ഡോക്ടർ സുൽഫിനോഹ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സുൽഫിനോഹ്, ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സംസ്ഥാനത്തെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ആ ലഹരി ഉപയോഗത്തിന് ഇതര സംസ്ഥാന തൊഴിലാളികളും കേരളത്തിൽ നിന്നുള്ളവരും ഉൾപ്പെടെ സംഘടിക്കുന്നു, ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിക്കുന്നു, അവരിൽ എയ്ഡ്സ് ബാധ പോലെയുള്ളവ ഉണ്ടാകുന്നു തുടങ്ങിയ വിവരങ്ങൾ ആരോഗ്യവകുപ്പിന്റെ തന്നെ പഠനത്തിലൂടെ പുറത്തു വരികയാണ്. എങ്ങനെയാണ് ഈ വാർത്തയെ കാണുന്നത്? അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ അങ്ങയുടെ നോട്ടത്തിൽ? നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയും ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. വളരെ ചെറിയ ഒരു 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 എൻറ്റിറ്റി മാത്രമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു വാർത്ത കാണിക്കുന്നത് ഇതുപോലെ ധാരാളം കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ളതാണ്. ഈ എയ്ഡ്സ് മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് അങ്ങനെയുള്ള ഇവിടെ ഇൻഫെക്ഷൻസ് ഇതിനെക്കാട്ടിയും വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ മീൻസ് ഇൻഫെക്ടിവിറ്റി കുറച്ചുകൂടെ ഹൈ ആയി നിൽക്കുന്ന സമയത്ത് ചെറിയൊരു പ്രിക്ക് പോലും ഇൻഫെക്ഷനിലേക്ക് കൊണ്ടെത്തിക്കാം. HIV പോലെ അല്ലായിരിക്കാം. HIV ചിലപ്പോൾ അണുബാധ ചിലപ്പോൾ അല്പം ലേറ്റ് ആയിട്ടല്ല, അത് കുറച്ചുകൂടെ ആ വൈറസിന് ശക്തി കുറവാണ്. പകർന്നാൽ ബുദ്ധിമുട്ടാവുമെങ്കിലും അത് പെട്ടെന്ന് സസെപ്റ്റബിൾ ആണ്. അതുകൊണ്ട് അത് നശിച്ചു പോയിട്ട് അടുത്ത ആളിലേക്ക് എത്തുന്നു. അപ്പൊ അതിന് ഇതിപ്പോ പുറത്തു വരികയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും എന്തുമാത്രം കൂടുതൽ ഉണ്ടായിരുന്നിരിക്കും എന്നുള്ളതും കൂടെ ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഈ ശക്തമായ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ താഴെത്തട്ടിൽ എത്തുകയും അത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടരുകയും ചെയ്യണം. നമുക്കറിയാമല്ലോ, പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനത്ത് വളരെ നാളുകൾക്ക് മുമ്പ് ഇതിനേക്കാളും വലിയ ലഹരി വ്യാപിക്കുന്ന തരത്തിൽ ശത്രു രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ലഹരി വ്യാപിക്കുന്ന രീതികളുണ്ടായിരുന്നു. അതിനെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അറിവുകളെല്ലാം തന്നെയും. അതൊരു പക്ഷേ ഈ പറഞ്ഞ മാതിരി ഡോക്ടർമാരെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന രോഗികളിൽ ഡ്രഗ് അഡിക്ഷനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്, അവരുടെ ഏജ് ഗ്രൂപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് കൂടുതൽ വ്യാപകമായ നിയന്ത്രണങ്ങൾ ഈ കാര്യത്തിൽ ഏർപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. ഡോക്ടർ സുൽഫി, ഇപ്പോൾ ഈ DMO മലപ്പുറം പറയുന്നത് അവിടെ 10 പേരെ കണ്ടെത്തി കഴിഞ്ഞു. ആ ജില്ലയിൽ തന്നെ പലയിടത്തും ഇത്തരത്തിലുള്ള രോഗികൾ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ കേരളം മൊത്തം നോക്കുകയാണെങ്കിൽ ഇത് വലിയ രീതിയിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നമ്പറായി മാറാനോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗികൾ HIV പോസിറ്റീവ് ബാധിതർ സജീവമായി കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. IMA പോലുള്ള സംഘടനകൾക്ക് നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് ഇനി എന്ത് ചെയ്യാൻ കഴിയും? സർക്കാരിനെ കൊണ്ട് ഒരു പക്ഷേ നടപടി എടുപ്പിക്കാനോ അതല്ലെങ്കിൽ ഇത് കൂടുതൽ ആളുകൾ കണ്ടെത്താനോ എന്ത് ചെയ്യാനാണ് പറ്റുക? തീർച്ചയായും ഇത് ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ മാത്രം HIV മാത്രമല്ല, ഞാൻ നേരത്തെ പോയി പറഞ്ഞതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയും HBsAg ഒക്കെ തന്നെ സമൂഹത്തിൽ കൂടുതലായിട്ട് കാണും. നമുക്ക് എപ്പോഴും, അതായത് നമ്മുടെ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യം, ഇത്തരം ഞങ്ങളുടെ ഡിസ്കഷനിലൊക്കെ വരുന്ന ഒരു കാര്യം, എപ്പോഴും ഒരു ഡ്രഗ് അഡിക്ഷൻ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ എസ്പെഷ്യലി യങ്ങർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ ഡ്രഗ് ഇൻടേക്ക് ഒരു ഹാബിച്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഒക്കേഷണലി ആയിട്ടോ എടുക്കുന്ന ഒരു രീതി ഉണ്ടാകും എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എപ്പോഴും കരുതലോടുകൂടി തന്നെ ആ കാര്യങ്ങളെ പേഷ്യൻസിനെ അപ്രോച്ച് ചെയ്യുകയും ആ കാര്യത്തിൽ വേണ്ട ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശം എല്ലാ ഡോക്ടർമാർക്കും ഓൾറെഡി തന്നെ അവർക്ക് ലഭ്യമാണ്. എപ്പോഴും ഒരു ഡ്രഗ് അഡിക്ഷന്റെ ബാക്ക്ഗ്രൗണ്ട് ഏത് രോഗിക്കും ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയെ മുൻനിർത്തി പരിശോധനകൾ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് വീണ്ടും വ്യാപകമായി മറ്റു സ്ഥലങ്ങളിൽ എത്തുവാനും കൂടുതൽ രോഗികൾ ഇതിലേക്ക് പോകാതിരിക്കാനുമായിട്ടുള്ള ഒരുപക്ഷെ ഒരു ട്രെയിനിങ്ങും അവയർനെസ്സും ഒക്കെ ശക്തമായിട്ട് വേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ ഒരു കോമൺ സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ രോഗം പകരുമെന്ന് ഒരു നല്ല വിഭാഗം ആൾക്കാർക്ക് അറിയാമെങ്കിലും ഒരുപക്ഷെ നമ്മുടെ അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരൊക്കെ തന്നെയും ഇത്തരം ഒരു രീതിയിലേക്ക് എത്തിപ്പോയിരിക്കാം. ഒരു പക്ഷേ ഒരു ലഹരിയുടെ ഒരു ഉന്മാദത്തില് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത തരത്തിലേക്ക് നീങ്ങുന്ന രീതിയൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ആ കാര്യത്തിലൊക്കെ തന്നെയും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തെ കുറിച്ച് അവയർനെസ് സൃഷ്ടിക്കുന്നതിനും പരിശോധനകൾ നടത്തുന്നതിനും. വളരെയധികം നന്ദി ഡോക്ടർ സുൽഫിനോഹ്.